ശത്രുവോ? പക്ഷെ പന്തിയിൽ എന്തിനാ പക്ഷാഭേദം കാണിക്കുന്നത്? കുടിക്കട്ടെ. മറ്റുള്ളവരെ പോലെ വെറുതെ വിഷമൊന്നും കലക്കി തരില്ല ചേച്ചി. അതിന്റെ സിരകളിൽ കൂടി ഓടുന്നത് ഏട്ടന്റെ രക്തവാ. കോഫി വാങ്ങിച്ച് കുടിക്കുക ചേച്ചി. മോളോടുള്ള പകയും വൈരാഗ്യവും ഇനിയും തീർന്നില്ലേ? എനിക്ക് വൈരാഗ്യമൊന്നും ഇല്ല പ്രതാപ. ഇവളെനിക്ക് കോഫി കൊണ്ടുവന്ന് നീട്ടിയപ്പോ ഞാനൊന്ന് അമ്പരന്ന് പോയതാ. ഇലക്ഷൻ വിജയകരമാക്കാനാ ഞാനൊരു പ്രചരണ ജാഥ പ്ലാൻ ചെയ്തത്. അതച്ഛന് വലിയ ക്ഷീണമായല്ലേ? ഈ കാറിൽ മാത്രം സഞ്ചരിച്ച് നടപ്പ് തീരെ കുറഞ്ഞില്ലേ? അതുകൊണ്ട് നടന്നപ്പോ മസിലിനൊക്കെ ഒരു പിടുത്തം. സാരമില്ല, ഞാൻ തിരുമ്മി തരാം. ചൂട് പിടിക്കുന്നത് നല്ലതാ. എന്നാ പിന്നെ ഞാൻ വെള്ളം ചൂടാക്കി തോർത്തു കൊടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട, മോൾ അവിടെ ഇരിക്കെ. തൽക്കാലം കാലം തിരുമിയാ മതി. പ്രചരണ ജാഥ വിജയകരമായിരുന്നു ഏട്ടാ. അതെന്ത് ചോദ്യ? 100% വിജയകരമായിരുന്നു. എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്തോ? എല്ലാ മണ്ഡലങ്ങളിലും പോയി. എല്ലാ മണ്ഡലങ്ങളിലും നല്ല റെസ്പോൺസ് ആയിരുന്നു. ദൈവമേ, ഞാൻ ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട് അപ്പുറത്താണല്ലോ. ഈ പ്രചരണ ജാഥ ഞങ്ങൾക്ക് ക്ഷീണമാവോ? എല്ലാ മണ്ഡലങ്ങളിലെയും റെസ്പോൺസ് രാജു പറയും. റെസ്പോൺസ് ഞാൻ വായിക്കാം. നമ്മൾ പോയ മിക്ക മണ്ഡലങ്ങളിലും ജനങ്ങള് വളരെ ആവേശത്തോടെ നമ്മളെ സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളില് ആളുകള് നമ്മളെ കേൾക്കാൻ കാത്തു നിന്നതുപോലെ ഒരു വികാരം ഉണ്ടായിരുന്നു. യുവജനങ്ങളില് നല്ല പോസിറ്റീവ് തരംഗം കാണുന്നുണ്ട്. ജോലി, വികസനം തുടങ്ങിയ നമ്മുടെ വാഗ്ദാനങ്ങള് അവർക്ക് വലിയ ഇഷ്ടായി. പക്ഷേ ചില മേഖലകളില്, പ്രത്യേകിച്ചും നഗരമേഖലകളില് ഇപ്പോഴും കുറച്ച് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും നടപ്പാക്കാത്ത പഴയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സ് നമ്മുടെ കൂടെ. എല്ലായിടത്തും ആവേശം, എല്ലായിടത്തും ഒരേ കാര്യം.